ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ആകാശവാണി ആസ്ഥാനത്ത് നടന്ന ശുചീകരണ പരിപാടിയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കാളികളായി. ഏക് പേഡ് മാ കെ നാം പരിപാടിയുടെ ഭാഗമായി ആകാശവാണി ഓഫീസ് പരിസരത്ത് വൃക്ഷത്തൈയും നട്ടു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി PIBയും CBCയും സംയുക്തമായി ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി സ്വച്ഛതാ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. വീടും പരിസരവും പൊതുസ്ഥലവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ നടത്തുന്നതിന് ജീവനക്കാർ മുന്നോട്ടു വരണമെന്ന് വി പളനിച്ചാമി പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ ശുചീകരണ യജ്ഞവും വാക്കത്തോണും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്ലിയാൽ, അഡീഷണൽ ഡിവിഷണൽ മാനേജർ വിജി MR എന്നിവർ ചേർന്ന് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പും തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും കനൽ ഇന്നൊവേഷൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടപ്പാക്കുന്ന പ്രോജക്ട് എക്സ് പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് തുടക്കമായി. തിരുവനന്തപുരം കട്ടേലയിൽ നടന്ന ചടങ്ങിൽ പ്രോജക്ട് എക്സ് 3ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളുടെ വളർച്ചയുടെയും വികാസത്തിന്റെയും അത്യന്താപേക്ഷിത ഘടകമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചടങ്ങിൽ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കൈപ്പുസ്തകം മന്ത്രി വി ശിവൻകുട്ടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. മനുഷ്യ ശരീരത്തിൽ കൗമാര കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ, തലച്ചോറിന്റെ വളർച്ച, ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യം, ലിംഗപദവി, ലിംഗഭേദം, ലിംഗസ്വത്വം, വ്യക്തിബന്ധങ്ങൾ, അതിർവരമ്പുകൾ, അനുവാദം, പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് ഉൾപ്പെടെ കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വിവരസാങ്കേതിക വിദ്യാ നിയമം, ആത്മാഭിമാനം എന്നീ വിഷയങ്ങളാണ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹരിത ഉപഭോക്തൃ ദിനം ആചരിച്ചു. പട്ടം ലീഗൽ മെട്രോളജി ഭവനിൽ നടന്ന ദിനാചരണം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഡെപ്യൂട്ടി മേയർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വസ്തുക്കളുടെ പുനരുൽപാദനവും പുനരുപയോഗവും മിതമായ ഉപയോഗവും സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുക, ഹരിത ഉപഭോക്തൃ സംസ്കാരം വളർത്തിയെടുക്കുക എന്നിവയായിരുന്നു ദിനാചരണത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് PV ജയരാജൻ മുഖ്യാതിഥിയായി. തിരുവനന്തപുരം ജില്ലയിലെ ഭൂവുടമകൾക്ക് ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി ജില്ലാ ഭരണകൂടം. തിരുവനന്തപുരം ജില്ലയിൽ ഡിജിറ്റൽ സർവേക്കായി 1ാം ഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരുന്ന വെയിലൂർ, ഒറ്റൂർ, കാഞ്ഞിരംകുളം വില്ലേജുകളുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമപ്രകാരം സെക്ഷൻ 9 പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും ALC ജോലികൾ പൂർത്തീകരിച്ച് സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ 13 പ്രസിദ്ധീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഈ വില്ലേജുകളിലെ ഭൂവുടമകൾക്ക് ഇനിയും വസ്തു സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പരിശോധിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലയിലെ സർവേ വകുപ്പ് അതത് വില്ലേജ് ഓഫീസുകളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 5 വരെ പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ക്ലാസിക്കൽ നൃത്തകലയുടെ ഉത്സവരാവുകൾ പകർന്ന ഡോക്ടർ കപില വാത്സ്യായനൻ ദേശീയ നൃത്തോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ യങ് ടാലന്റ് ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. മെയ് മാസത്തിൽ കാസർഗോഡ്, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഓരോയിടത്തും 3 ദിനങ്ങൾ വീതം നീണ്ടുനിൽക്കുന്ന ദേശീയ യുവ നൃത്തോത്സവമാണ് അരങ്ങേറുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് സംഘടിപ്പിക്കുന്ന ഗാന്ധി പുസ്തകമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.